ഗൈസ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ കട്ട് വ്യൂ പോയിന്റ് ആണ്. നല്ല മയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതി തന്നെ വള്ളവും കാര്യങ്ങളൊക്കെ അയക്കണേ. അതുകൊണ്ട് തന്നെ നല്ല രീതി തന്നെ മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വലടണോൽക്ക്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സൈഡിൽ ഉപ്പുവെള്ളമാണ് ഉണ്ടാവുക. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുൽത്തീരം ബീച്ചിൽ ചെന്ന് നേരെ മുട്ടുണ്ട്. അതുകൊണ്ടാണ് ഉപ്പുവെള്ളമാവാൻ കാരണം. അതിന്റെ നേരെ അപ്പുറത്തെ സൈഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വേറെ ലെവൽ പീസ് തന്നെ കിട്ടുന്നുണ്ട്. അതിന് മഴ ഇതുകൊണ്ടാണെന്ന് നമുക്കറിയാം കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ അടിയിൽ വലടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയൊക്കെ എന്തായാലും മീൻ പിടിച്ചിട്ട് മാത്രമല്ല അവിടെ കാണാനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ വെള്ളം നിറഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ചാടുന്ന ഒരു സെറ്റപ്പും കൂടി ഉണ്ട് അടിയിൽ. അത് നമുക്ക് എന്തായാലും പോയൊക്കെ. ഞാൻ 4 ദിവസം മുമ്പ് വന്നപ്പോൾ ഇങ്ങനൊന്നും വെള്ളമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അന്ന് മഴ ചെയ്തിട്ടില്ല, ഈ ചേലിനൊന്നും മഴ ചെയ്തിട്ടില്ല. 4 ദിവസത്തിന്റെ ഈ ഇടയിൽ നല്ല രീതിയിൽ തന്നെ മയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് അതിനകത്രം വെള്ളം ഒഴിക്കണം. ഇനി അടിയിലേക്ക് ഇറങ്ങാനും വേണ്ടി ഈ കല്ലുവിൽ നോക്കിയും കണ്ടൊക്കെ ചോട്ടി ഇറങ്ങിയാലേ മതിയേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഊരും കുത്തിയൊക്കെ പോകും. അതന്നെ ഉണ്ടാവുള്ളൂ. നോക്കി നിങ്ങൾ വെള്ളം ചാടുന്നത് ഈ ബക്കറ്റ് നോക്കി ഇവർ ഈ വിഷ്വലായിട്ട് ഉണ്ടാക്കിയ മീനാണെങ്കിൽ ഈ കാണുന്നത്. ഈ വള്ളം ചാടുന്ന സ്ഥലമായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ മീനും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യട്ടോ. ഐറ്റം പരലൊക്കെയാണ് ഈ കരക്ക് കയറി നിങ്ങൾ കണ്ടില്ല. വേറെ വല്ല ഇവിടെ കേറ്റുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കണ നോക്കാം. ഇതിലിപ്പോ കാര്യമായിട്ട് ഒരു പരലന്നെ ഉള്ളൂ, പിന്നെ ഒരു പരലിന്റെ കുട്ടി. നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്നാണ്ട് പോയേക്കാം. എത്തവിടുത്തെ പാടുന്നൊക്കെ കണ്ടറിയാലോ. ആദ്യം ഇവിടുക്കൊന്നാണ്ട് പോയേക്കാം. എത്തവിടുത്തെ പാട് നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളടത്തേക്ക് ഇങ്ങനെ പോയേക്കാം. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ അത്രയും ലോങ്ങിൽ കുറച്ച് ആൾക്കാർ വലിയും കാര്യങ്ങളൊക്കെ വീശിന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടേക്ക് പോയേക്കാം നമുക്ക്. അതിന്റെ ഇടയിലൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട്. കാണാൻ നമുക്ക്. നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചാണ്. നമുക്ക് അവിടെ ആ വീശുവലന്റെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആ പാലം കടക്കണം. ആ പാലം കടന്നിട്ട് കുറച്ച് ഉള്ളിൽ കൂടിയും വള്ളത്തിൽ കൂടെ ഒക്കെ ആയിട്ട് പോകേണ്ടിരുന്ന തോന്നുന്നുണ്ട്. വള്ളം ഉണ്ടാന്നറിയാം, വള്ളത്തിൽ കൂടെ ചിലപ്പം പോകേണ്ടിരും. എന്താവുന്നറിയാം. നമുക്ക് എന്തായാലും പോയേക്കാം. ഈ ചളിയിലൊക്കെ നമ്മൾ വീണുകണ പ്രാവശ്യം നോക്കി കണ്ട് നടന്നിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതേപോലെ ഒന്നും കൂടിയാണ് പോകും. പാലൊക്കെ ഇപ്പടുത്ത് വന്നിട്ടുള്ളൂ. ഇതിന്റെ മുമ്പ് ഇവിടെ മണ്ണിട്ട പാലേനി. നമ്മളൊക്കെ സൈക്കിളായിട്ട് ഇങ്ങോട്ട് വരുന്ന കാലത്ത് ഇവിടെ മണ്ണിട്ട പാലം തന്നെ. ഇത് നമ്മൾ പോണ ബൈക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും കാണാൻ പറ്റൂട്ടോ. നമുക്ക് ഈ വഴി ഒന്ന് പോയേക്കാം. ഇപ്പത്തെ പാടെന്താ നമുക്കറിയാം. നമുക്ക് എന്തായാലും പോയേക്കാം. ഇപ്പൊ നമ്മൾ വന്ന വയ്യന്റെ ഏറ്റവും ലാസ്റ്റ് ആണ്. ഇവിടെ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നടുവിലായിട്ട് ഒരു കണ്ടൽ മരം കൂടി ഉണ്ട്. ഇവിടുന്ന് നേരെ തിരിച്ച് അടുത്ത സ്ഥലത്ത് കണ്ട് പോകാൻ നമുക്ക്. ഈ വഴിയാണ് ഇനി നമുക്ക് പോകാനുള്ളത്. ഈ വഴി പോകുമ്പോൾ തന്നെ ചിലപ്പോൾ വള്ളത്തിൽ കൂടെ പോകേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം വെള്ളം കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വള്ളത്തിൽ കൂടെ പോകേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകും എന്തായാലും. പറഞ്ഞേക്കാതെ പോകാൻ നമുക്ക് അങ്ങോട്ട്. ആദ്യത്തെ ശ്രമം തന്നെ പോസ്റ്റ് കിടക്കലാണ്. അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെള്ളം ഇട്ടവിടെ. ഞാൻ പറഞ്ഞേ നേരത്തെ വെള്ളം ഉണ്ടാവുന്നത് ആ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 കൽപ്പിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കണം. പാൻറ്റൊക്കെ കയറ്റിക്കാണ്ട് ഇവിടെ ആയാന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എത്ര ധൈര്യത്തിൽ നമ്മൾ ഇറങ്ങിയതും. വള്ളത്തിൽ കൂടെ കണ്ട് നടന്നു കണ്ട് നേരെ ഈ കയറ്റണ്ട് കയറിയേണ്ടി വരുമ്പോൾ ഇവിടെ തന്നെ ഒരു ബോർഡ് ഉണ്ട്. ഇവിടെ ഒരു ശ്മശാനം ഉണ്ട് എന്നാ പറയുന്നത്. നേരത്തെ പാലാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ അത്രയും ലോങ്ങിൽ എത്തിക്കണം. ഇപ്പോൾ അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പ് നടന്നു കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച കണ്ടൽമാരാണ് നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ പാല കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എത്രത്തോളം ലോങ് ഉണ്ടെന്ന്. നേരത്തെ വലയിടുന്ന ടീംസിനെ നമ്മളിപ്പോഴും കണ്ടിട്ട് കേട്ടോ. അത്രയും ലോങ് എന്ന് കണ്ടുകൊണ്ട് എവിടെ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയാം. ഇവിടുന്ന് ഇവിടുന്ന് കാണാൻ നോക്കാം നമുക്ക്. ഇതിന്റെ ഏറ്റവും അവസാനത്തിൽ ഏകദേശം കുഴപ്പമില്ലാത്ത വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതൊക്കെയാണ് അവിടെ വലയിടുന്ന ടീംസ്. ഓല കണ്ട സ്ഥിതിക്ക് ഇനി പോലെടുത്ത് പോയേക്കാം നമുക്ക്. ഇവിടുത്തെ പാട് നമുക്കറിയാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വൈ പോണി വരെ ഞാൻ ഈ വൈ കൂടെ പോയിട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും പോയേക്കാം. ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾ. ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഈ വെള്ളത്തിൽ കൂടെ പോകണം ഇനി അങ്ങോട്ട്. ഇവിടുന്ന് റിസ്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണിയാവാൻ ചാൻസ് ഉണ്ട്. അവിടെ വരുമ്പോൾ ആരെന്തോ കാണുന്നുണ്ട്. അതിൽ കൂടെ പോയാലും പണിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലുണ്ട് കാണാം.